ഹലോ, ആരാ? ഞാൻ അർജുന്റെ ഒരു ഫ്രണ്ടാ. അർജുനൊന്ന് ഫോൺ കൊടുക്കോ? അവൻ കക്കൂസിലാണല്ലോ. കൊച്ചു കുറച്ചു നേരം കഴിഞ്ഞു വിളിക്കും. ഓക്കെ ഓക്കെ. ആരാ ഫോൺ എടുത്തേ? സെർവന്റ് ആണോ? വേലക്കാരനല്ലടി, ഞാനവന്റെ തന്തയാ, ശ്രീധരൻ. അയ്യോ സോറി അങ്കിൾ, ഞാൻ അറിഞ്ഞില്ല. ഡാഡിയെ കുറിച്ച് അർജുൻ എപ്പോഴും പറയും. ഡാഡിയെ കുറിച്ച് വലിയ അഭിമാനം അവന്. അല്ല, അവൻ എന്നെ കുറിച്ച് എന്തൊക്കെയാ കൊച്ചിനോട് പറഞ്ഞിരിക്കുന്നത്? അത് ഡാഡി വലിയ ബിസിനസ്സുകാരനും ഒരു മനുഷ്യ സ്നേഹിയും കലാകാരനും ഒക്കെയാണെന്ന് അർജുൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, അർജുന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞല്ലോ. കൊച്ചിന്റെ പേരെന്താ? അർജുൻ എന്നെ കുറിച്ച് അങ്കിളിനോട് പറഞ്ഞിട്ടുണ്ട്. ധ്വനിന്ന എന്റെ പേര്. പനിയോ? അത് പേരല്ലല്ലോ, മനുഷ്യന്മാർക്ക് വരുന്ന ഒരു അസുഖല്ലേ. വേഗം ചെന്ന് അച്ഛന്റെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ച് വാങ്ങിച്ചില്ലെങ്കിലേ ഏട്ടന്റെ കംപ്ലീറ്റ് തള്ളും പൊളിയും. ഈശ്വര, പനിയാക്കി പനി. നീ ഒന്നും മിണ്ടാതിരിക്കടാ. എടാ, എന്നെ കുറിച്ച് നല്ലതൊക്കെ പറയുന്നടാ. ആ പെണ്ണിനെ ആള് തെറ്റിയാന്നേ. അച്ഛന് ചുമ്മാരുതേ. ധ്വനി എന്താ വിളിച്ചേ? ഞാൻ ഫുഡ് കഴിക്കായിരുന്നു. നിങ്ങളൊക്കെ ടോയ്ലറ്റ് ഇരുന്നാണോ ഫുഡ് കഴിക്കുന്നേ? എന്നെ കുറിച്ച് ഡാഡിയോട് പറഞ്ഞിട്ടുണ്ടെന്നല്ലേ അർജുൻ പറഞ്ഞത്? എന്നിട്ട് ഒട്ടും കൾച്ചർ ഇല്ലാത്ത പോലെ അങ്കിൾ എന്നോട് സംസാരിച്ചത്. ഡാഡി എന്തെങ്കിലും തന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അതൊക്കെ ഡാഡിയുടെ വെറും നമ്പറാ. ഇന്ന് വൈകുന്നേരം ഞങ്ങൾ തമ്മിൽ ചെറിയൊരു സൗന്ദര്യപ്പണക്കുണ്ടായി. തൊഴിലാളികളുടെ ബോണസുമായിട്ട് ബന്ധപ്പെട്ട ഒരു തർക്കം. കുറഞ്ഞ ബോണസ് 10,000 മതിയെന്ന് ഡാഡി, ഏറ്റവും കുറഞ്ഞത് ഒരു 25,000 വേണമെന്ന് ഞാൻ. ഒടുവിൽ എനിക്ക് ഡാഡിയോട് ഇത്തിരി മോശമായിട്ട് സംസാരിക്കേണ്ടി വന്നു. താൻ വിളിച്ചപ്പോ ഡാഡി അതിന് പകരം വീട്ടിയതാ. ഈ പറയുന്നൊക്കെ സത്യം തന്നെയാണോ? സത്യം. നോക്കൂ, ഞങ്ങൾ തമ്മിൽ ഈ വഴക്കൊക്കെ കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്റെ ഫോണിൽ നിന്ന് ഡാഡിയെ കൊണ്ട് തന്നെ വിളിപ്പിക്കാം. എന്നെ വിശ്വാസമില്ലെങ്കിലും ഫോൺ കട്ട് ചെയ്തോളൂ. എനിക്ക് വിശ്വാസക്കുറവൊന്നുമില്ല. അങ്കിളുമായിട്ടുള്ള അർജുന്റെ വഴക്ക് തീരട്ടെ, എന്നിട്ട് ഞാനൊരു ദിവസം നിങ്ങളുടെ വീട്ടിലേക്ക് വരാം. പിന്നെ നാളെ കോച്ചിങ്ങിന് പോകുന്നതിന് മുമ്പ് നമുക്കൊന്ന് നേരിട്ട് കാണണം. എനിക്കിത്തിരി സംസാരിക്കാനുണ്ട്. അതിനെന്താ, കാണാം. നാളെ ഞാൻ മമ്മിയുടെ കാർ എടുത്തോണ്ട് വരാം. ശരി, നാളെ കാണാം. ശരി. അർജുൻ കാശുകാരൻ തന്നെയായിരിക്കും. ഞാൻ അവനെ വെറുതെ തെറ്റിദ്ധരിക്കുന്നത് ശരിയല്ല. ഏട്ടായേ, ആ ചേച്ചിയോട്ട് ലൈനാണോ? വെറുതെ ഇല്ലാത്ത പറയരുത്. ഞാനും ധ്വനിയും തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് മാത്രം. ഉറപ്പാണോ? അതോ ആ ചേച്ചി എന്റെ നാത്തൂനായിട്ട് ഇവിടെ വന്ന് കേറുവോ? ഇല്ലടി, നിന്റെ ഭാവിയിലെ നാത്തൂന് ഇപ്പൊ വേറെ എവിടെയോ ഉണ്ട്. ആ ചേച്ചിയെ നിന്റെ ഏട്ടൻ ഇതുവരെ കണ്ടുമുട്ടിയിട്ടേ ഇല്ല. അയ്യോ, അങ്ങനെ തീർത്ത് പറയാൻ പറ്റില്ല. ചിലപ്പോ ആ കുട്ടിയെ ദൈവം എന്റെ അടുത്തേക്ക് എത്തിച്ചിട്ടുണ്ടാവും. പക്ഷേ ഞാൻ അവളെ എന്റെ പെണ്ണായി തിരിച്ചറിഞ്ഞിട്ടില്ല. എന്തായാലും ഒരുപാട് അംബീഷ്യസ് ആയ ധ്വനി എന്റെ ഫ്രണ്ട് മാത്രമാണ്. എനിക്ക് മിനിമം മോഹങ്ങളും മിനിമം സ്വപ്നങ്ങളുമുള്ള ഒരു സാധാരണക്കാരിയായ പെണ്ണ് മതി. സോ നിന്റെ നാത്തൂനിപ്പോ നമ്മൾ അവളെക്കുറിച്ച് സംസാരിക്കുകയാണെന്ന് അറിയാതെ ഈ ലോകത്തിന്റെ ഏതോ ഒരു കോണിലുണ്ട്. അവളെ എന്റെ മുമ്പിൽ വരുമ്പോ ഞാൻ അവളെ തിരിച്ചറിയുമ്പോ നിന്നോട് തന്നെ ആദ്യം പറയും. പോരെ?
വണ്ടി ഒന്ന് നിർത്തിക്കേ. അർജുൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങ. എന്തിന്? ഇറങ്ങ അർജുൻ. സംസാരിക്കാൻ 5 സ്റ്റാർ റെസ്റ്റോറന്റിൽ കൊണ്ടാകത്തിന് വഴക്ക് പറയാനായിരിക്കും. ദൈവമേ, എന്നെ ഹെൽപ്പ് ചെയ്തേക്കണേ. ഞാൻ എങ്ങനെ ഇവന് പ്രപ്പോസ് ചെയ്യും? അതറിയുമ്പോ എന്തായിരിക്കും അവന്റെ റിയാക്ഷൻ? ഇവിടെ തിരിഞ്ഞു നിൽക്കുകയാണല്ലോ. മുഖത്ത് നോക്കാതെ ചീത്ത വിളിക്കാനായിരിക്കും ഉദ്ദേശം.